ഓക്കെ, നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മളെ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ക്വസ്റ്റ്യൻ എന്ന ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു കോപ്പി എടുക്കുന്നത് കാണുന്നില്ലല്ലോ, ജസ്റ്റ് ഞാൻ ഒന്ന് കോപ്പി എടുക്കണോ. പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ വന്നത്. ഇവിടെ എന്താ, ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് n വിച്ച് 40 raised to n ഡിവൈഡ് 60 ഫാക്ടോറിയൽ. എന്താണ് 60 ഫാക്ടോർ. ഇതേപോലെ ക്വസ്റ്റ്യൻ മുമ്പത്തെ ഒരു ഡേയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് 21st ഷിഫ്റ്റ് 2 വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, 60 ഫാക്ടോറിയലിനെ ആര് ഡിവൈഡ് ചെയ്യണം, 40 raised to n കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അങ്ങനെ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് n. ക്വസ്റ്റ്യൻ എന്താ, 60 ഫാക്ടോറിയൽ ഉണ്ടല്ലോ, ആ 60 ഫാക്ടോറിയലിനെ 40 raised to n കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n? നമുക്ക് എന്ത് ചെയ്യാം, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് n? എന്ത് ചെയ്യാം, അവിടെ 60 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ അവിടെ 4 എന്ന് പറഞ്ഞാൽ 8 into 5 അല്ലേ, 8 into 40 അല്ലേ. അതായത് 40 എന്ന് പറഞ്ഞാൽ 8 into 5 അല്ലേ. അപ്പൊ 40 എങ്ങനെ ഇതാ, 2 cube 8 അല്ലേ, 8 into 5 all raised to n ഇതാ. അപ്പൊ ചുരുക്കി പറയുന്നത് 60 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 cube raised to n അല്ലെ, 2 cube raised to n into 5 raised to n ആയില്ലേ അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ 60 ഫാക്ടോറിയൽ ആദ്യം 2ന്റെ പവേഴ്സ് കാണും, 5ന്റെ പവേഴ്സ് കാണും അല്ലെ. അവിടെ ഇവിടെ നോക്കി 2 cube raised to n അല്ലെ. അപ്പൊ 2 ക്യൂബിന്റെ പവർ n, 5ന്റെ പവർ എന്താണ്, n ആണ് അല്ലെ. അപ്പൊ ഞാൻ 60 ഫാക്ടോറിയൽ 2ന്റെ പവറും 5ന്റെ പവറും കാണാൻ പോകണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്, നമ്മൾ പഠിച്ചാണ് അല്ലെ. എന്നാ 60 ഫാക്ടോറിയൽ 2ന്റെ പവർ എന്ത് ചെയ്യുക, 60/2 എത്രയാ, 30 അല്ലെ. എഗൈൻ 30/2 എത്രയാ, 15. എഗൈൻ 50/2 ചെയ്യുക എത്രയാ, 7.5 ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്ത്യ വാല്യൂ എടുത്ത് എന്താ, 7 ആണ്. 7/2 ചെയ്യുക എത്രയാ, 3.5 ആണ്. ഇൻഡിവിജ്വൽ വാല്യൂ 3 ആണ്. പിന്നെ 3/2 ചെയ്യുക 1.5 ആണ്. ഇൻഡിവിജ്വൽ എന്താ 1 ആണ്. ഇനി 1/2 ആണ്, 0.5 ഇൻഡിവിജ്വൽ വാല്യൂ 0 അല്ലേ, അത്ര എഴുതിയാൽ മതി അല്ലെ. അപ്പൊ ചുരുക്കം ഇപ്പൊ എത്രയായി, 30 + 15 45, 45 + 7 52, 52 + 3 55, 55 + 1 56 ആ അല്ലെ. അപ്പൊ 2ന്റെ പവർ അവിടെ എത്രയാ, 56 ആ അല്ലെ. ഇതേപോലെ 5ന്റെ പവർ കാണാം. എങ്ങനെയാ, ആദ്യം 60 ഫാക്ടോറിയൽ അല്ലേ 5ന്റെ പവർ വേണ്ടത്. സോ 60/5 എത്രയാ, 12 അല്ലെ. 12/5 എത്രയാ, 2. 2/5 ചെയ്യേണ്ട, 0 വരെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ എന്തെങ്കിലും ടോട്ടല് 12 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ടോട്ടൽ 12 + 2 14 അല്ലേ അല്ലെ. സോ 5ന്റെ പവർ എന്താ, 14 അല്ലെ. ഇനി എന്താ ചെയ്യാ, വാട്ട് ഈസ് നെക്സ്റ്റ്? എടാ 2 ക്യൂബിന്റെ പവർ n ആവുക അല്ലെ, 5ന്റെ പവറും n ആണ് അല്ലെ. ഇവിടെ എങ്ങനെ എഴുതാ, ഇത് 2 raised to 56 അല്ലേ അല്ലെ. 2 raised to 56 ഞാൻ 2 ക്യൂബ് എഴുതി. പിന്നെയോ 1 3 3 ദെൻ 7 3 24 അല്ലേ, 9 3 20 അല്ല 18. ഇപ്പൊ എത്രയായി, 2 ക്യൂബ് 18 36 54 അല്ലെ, 54 × 2 സ്ക്വയർ അല്ലേ. ഇതല്ലേ 2 raised to 56 അല്ലെ. ആ 2 raised to 56 എന്ന് പറഞ്ഞെന്താ, 2 raised to 56 എന്ന് പറഞ്ഞാലേ 2 cube raised to 18 × 2 സ്ക്വയർ അല്ലെ. 2 cube raised to 18 2 raised to 54 ആയി, ഇൻറ്റു 2 സ്ക്വയർ 2 raised to 56 ആയില്ലേ അല്ലെ. അതായത് ഇതിൽ 2 ക്യൂബിന്റെ പവർ എന്താ, 2 ക്യൂബിന്റെ പവർ 18 ആ. 2 ക്യൂബിന്റെ പവർ എന്താ, 18 അല്ലെ. എന്നാൽ 5ന്റെ പവർ എന്താ, 14. 5ന്റെ പവർ എന്താ, 14 അല്ലെ. അങ്ങനെയെങ്കിൽ 24 നമുക്ക് ഉണ്ടാണ്ട് 40 അല്ലടാ. നമുക്ക് ഇത് കുറച്ച് കൺഫ്യൂസിങ് ഏരിയ ആണ്, ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ എനിക്ക് വരെ 14ന്റെ പവറാ അല്ലെ, 14ന്റെ പവറാ അല്ലെ. ഇവിടെ 14ന്റെ പവർ എന്തായിരിക്കും നിങ്ങൾ പറ. ഇത് ശരിക്കും എന്താ, 2 cube 8 അല്ലേ, 8 raised to 18 × 5 raised to 14 അല്ലെ. ഇതിനെ എങ്ങനെ എഴുതാം, 8 raised to 18 എന്ന് പറഞ്ഞാലേ 8 raised to 4 × 8 raised to 14 അല്ലേ, × 5 raised to 14 അല്ലെ. അങ്ങനെ എഴുതാനുള്ള റീസൺ മനസ്സിലാണോ. എന്താ ഇപ്പൊ എന്തായി, 8 raised to 4 × അവിടെ 8 raised to 14 × 5 raised to 14 പവർ സെയിം ആയതുകൊണ്ട് 8 × 5 all raised to 14 അല്ലേ, 40 അല്ലേ. അപ്പൊ എന്താ 8 × 5 40 അല്ലേ, 40 raised to 14. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 14ന്റെ പവർ എന്താ, 14ന്റെ പവർ എന്താ 14 അല്ലേ അല്ലെ. ഞാൻ ചെയ്തെന്താ, എടാ എനിക്ക് 2 ക്യൂബിന്റെ പവർ 18 ആ. അപ്പൊ 8 raised to 18 ആ. 5ന്റെ പവർ 14 ആ. സോ 5 raised to 14 ആ. പക്ഷെ എനിക്ക് വേണ്ട 40യുടെ പവറാ. എനിക്ക് വേണ്ട 40യുടെ പവർ അല്ലേ. അത് കിട്ടാനേ 8 raised to 40 × 8 raised to 4 എഴുതി. ആ 8 raised to 18 അല്ലേ, പിന്നെ 5 raised to 14 ഉണ്ട് അല്ലേ. ആ 8 raised to 14 5 raised to 14 ചേർന്നാലേ പവർ സെയിം ആയതുകൊണ്ട് 8 × 5 all raised to 14 അല്ലേ. സോ 40 raised to 14 അല്ലെ. സോ 14ന്റെ പവർ എന്താ,
14 ആണ്. അതിൽ ചോദിച്ചത് ആൻസർ എന്താ 14 ആണ്. നല്ല ക്വസ്റ്റൻ ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്.